അഭിലാഷേട്ടയാണ്. ഇനി തെറി വിളിക്കുന്നവരെ നേരിട്ട് കാണാൻ അഭിലാഷേട്ടൻ വരും. എൻ്റെ കമൻറ്റിൽ വന്ന് തെറി വിളിക്കുന്നവരെ നേരിട്ട് വന്ന് കാണും. നേരിട്ട് കണ്ട് ഞാനും അവനും കൂടെ ഒരുമിച്ചങ്ങ് നിൽക്കും. എവിടെയെന്നറിയോ? ഏതെങ്കിലും ഹോട്ടലിൽ അവിടെ ഇരുന്ന് നല്ല അടിപൊളി ഭക്ഷണം അവൻ്റെ ചിലവിൽ നിന്ന് ഞാൻ കഴിക്കും. എന്നിട്ട് അവൻ പിന്നെ എന്നെ തെറി വിളിക്കാനല്ല എൻ്റെ നമ്പർ വരെ ബ്ലോക്ക് ചെയ്യും. നല്ല മുടിപ്പിക്കലേ ഞാൻ മുടിപ്പിക്കും. മനസ്സിലായോ? ഇനി എന്നെ തെറി വിളിച്ച് കഴിഞ്ഞാൽ ഇവരെ വീട്ടിൽ ഞാൻ വരും. തെറി വിളിച്ച വ്യക്തിയായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ പോകും, നല്ല അടിപൊളി ഫുഡും കഴിക്കും. അവനെ കൊണ്ട് ഞാൻ പൈസ മുടിപ്പിക്കും. മനസ്സിലായോ? അന്നേരം പിന്നെ എന്നെ തെറി വിളിക്കില്ലല്ലോ. മനസ്സിലായോ? മുടിപ്പിക്കും ഉറപ്പായിട്ടും. ഇനി ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ധൈര്യമുള്ളതിന് തെറി വിളിക്കട്ടെ. തെറി വിളിക്കുമ്പോൾ ഞാൻ അഡ്രസ്സ് തപ്പി എടുത്തിട്ട് ഞാൻ ചെല്ലും. എന്നിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ, സാധാരണ ഹോട്ടലിൽ, നല്ല ഹോട്ടലിൽ കയറിയിരുന്ന് ഭക്ഷണം ഓർഡർ ചെയ്യും, കഴിക്കും. ഒരുപാട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എൻ്റെ പൊന്നെ പാമ്പിനെയാണ് ചവിട്ടിയതെന്ന് പറയും. പിന്നെ അങ്ങനെ അപ്പോൾ അവർ തെരുവിൽ നിർത്തും. അതാണ് ഞാൻ കൊടുക്കുന്ന ശിക്ഷ അതാണ്. കാരണം 2 പൊറോട്ട തിന്നേണ്ട സ്ഥാനത്ത് ഞാൻ 5 പൊറോട്ടയും തിന്നും, 10 ബീഫ് കറിയും തിന്നും, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ കഴിക്കും. അങ്ങനെ പ്രതികാരം തീർക്കും. ഞാൻ ഉറപ്പായിട്ട് തീർക്കും. മനസ്സിലായോ?